ഹലോ! ഇന്ന് നമ്മളൊരു അടിപൊളി പിസ്സ ക്രീപ്പ് റോളാണ് ട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ റോളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു റോൾ എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഒരു തിന്നായിട്ടുള്ള ഒരു ക്രീപ്പ് കൊണ്ട് റോൾ ചെയ്തെടുക്കുന്ന പിസ്സയുടെ ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ ഫില്ലിംഗ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഒരു മൂത്ത മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 400 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ പീസാണ്. ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരണം, ഒരു വൈറ്റ് ഷെയ്ഡായി വരണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കളറ് മാറി വൈറ്റ് ഷെയ്ഡായി വരുന്നത് ഈ ചിക്കൻ്റെ പോഴ്സൊക്കെ ഓപ്പൺ ആയി വരുന്ന സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കും. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലേക്ക് ഇനി സോസൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സ്വീറ്റ് കോൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഹാലപ്പീനോ ആണ് ചേർക്കുന്നത്. അതൊരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഹാലപ്പീനോ ഒരു ടൈപ്പ് മുളകാണ്. ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പിക്കിൾഡ് ഹാലപ്പീനോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അതും യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഇത്രയാണ് ചേർക്കുന്നത്. ഇതിൽ പാപ്രിക്ക പൗഡറിന് പകരമായിട്ട് നമുക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറും യൂസ് ചെയ്യാം കേട്ടോ. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണേ. 1 മിനിറ്റ് ഇത് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി ഈ പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്ന ശേഷം നമുക്കിതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ സോസും പിസ്സ സോസും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസാണ് ചേർക്കുന്നത്. ഇനി ഇതും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഒരു 1-2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. സോസുകളൊക്കെ ചേർത്ത ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം സോസിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. എനിക്ക് ഉപ്പ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് ക്രീപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. 1.5 കപ്പ് വീതം പാലും മൈദയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ നമ്മുടെ മിക്സ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ ക്രീപ്പായിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുറ്റിച്ച് കൊടുത്തിട്ട് തിന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് മറിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ക്രീപ്സും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തിന്നാക്കിയിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഈ സൈഡ് മാറ്റി ഈ സൈഡിലേക്ക് വെക്കാം. ഇതിനുള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്രീപ്പ് റോളായിട്ട് പുറത്തേക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി ഇതിന് മുകളിലായിട്ട് മോസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ചീസ് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ ക്രീപ്പ് ചുട്ടെടുത്ത് അതേ തവയിൽ തന്നെ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് റോൾസൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനുള്ളിലുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരും. അതുപോലെ തന്നെ ക്രീപ്സിന് ഭയങ്കരമായിട്ടുള്ള സോഫ്റ്റ് ടെക്സ്ചറൊക്കെ മാറി ഒരു ക്രിസ്പിനെസ് ഒക്കെ വരും. എല്ലാ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. 4 സൈഡിലേക്കും ഈ ബട്ടറൊക്കെ എത്തിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്രീപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ചൂടോടെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് ഒറ്റ ഇരിപ്പിന് ഒരു 2 എണ്ണമൊക്കെ കഴിക്കും. കുറച്ചധികം ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ക്രീപ്സ് റോൾ ചെയ്തെടുക്കാൻ, എന്നാലേ ആ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് സോസൊക്കെ ഒഴിക്കുന്നത് കണ്ടപ്പം ഞാനും എനിക്ക് വേണ്ട കേട്ടോ മമ്മ എന്ന് പറഞ്ഞിരുന്നു. കാരണം അവനിങ്ങനെ സോസ് ഒഴിച്ചിട്ടുള്ള ഡിഷസ് ഒന്നും വലിയ ഇഷ്ടമില്ല. ഈ ഷവർമ്മ അതുപോലെ ഇങ്ങനത്തെ ഡിഷിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇക്ക കഴിച്ചിട്ട് ഇക്കാൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മൂപ്പരും ടേസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു. അത്രയധികം ടേസ്റ്റ് ആയിരുന്നു. ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ സൂപ്പർ യമ്മി പിസ്സ ക്രീപ്പ് റോള് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പുതിയൊരു ഡിഷായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.